വിഷുക്കാലത്ത് വടക്കൻ പറവൂരിലെ ചേന്നമംഗലത്ത് നടന്നുവരാറുള്ള ചരിത്രപ്രസിദ്ധമായ വിഷുമാറ്റ ചന്ത തുടങ്ങി. തിങ്കളാഴ്ചയായിരുന്നു ചെറിയ മാറ്റം. 14-ന് ചൊവ്വാഴ്ചയാണ് വലിയ മാറ്റം. ലിയം കുടുംബത്തിന്റെ തറവാടിന് മുന്നിലുള്ള മൈതാനത്താണ് ഈ ചന്ത പരമ്പരാഗതമായി നടക്കുന്നത്. വിഷുവിനോടനുബന്ധിച്ച് ഗ്രാമീണർക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരിടത്ത് ലഭ്യമാക്കുക എന്നതായിരുന്നു പാലിയത്തച്ഛന്മാരുടെ ലക്ഷ്യം. ചേന്നമംഗലം പാലിയത്ത് നടക്കാറുള്ള വിഷുമാറ്റ ചന്തയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതും സാംസ്കാരിക പ്രാധാന്യമുള്ളതുമായ ഒരു പാരമ്പര്യമാണ്. കൊച്ചി രാജാക്കന്മാരുടെ പ്രധാനമന്ത്രിമാരായിരുന്ന പാലിയത്തച്ഛന്മാരുടെ ഭരണകാലത്താണ് ഈ ചന്തയ്ക്ക് തുടക്കമിട്ടതെന്ന് കരുതപ്പെടുന്നു. പണ്ടുകാലത്ത് നാണയങ്ങൾ പ്രചാരത്തിലാകുന്നതിന് മുൻപ് നിലനിന്നിരുന്ന ഉൽപ്പന്ന കൈമാറ്റ രീതി ബാർട്ടർ സമ്പ്രദായമാണ് ഈ ചന്തയുടെ അടിസ്ഥാനം. കർഷകർ തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിഭവങ്ങൾ കൊണ്ടുവരികയും പകരം തങ്ങൾക്ക് ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ വാങ്ങി മടങ്ങുകയും ചെയ്യുന്ന രീതിയാണിത്. ഇങ്ങനെയാണ് മാറ്റച്ചന്ത എന്ന് വിളിക്കുന്നത്. പാലിയം കുടുംബത്തിന്റെ തറവാടിന് മുന്നിലുള്ള മൈതാനത്താണ് ഈ ചന്ത പരമ്പരാഗതമായി നടക്കുന്നത്. വിഷുവിനോടനുബന്ധിച്ച് ഗ്രാമീണർക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരിടത്ത് ലഭ്യമാക്കുക എന്നതായിരുന്നു പാലിയത്തച്ഛന്മാരുടെ ലക്ഷ്യം. വിഷു കൈനീട്ടം നൽകുന്നതിനൊപ്പം തന്നെ പ്രജകൾക്ക് പരസ്പരം വിഭവങ്ങൾ കൈമാറാനുള്ള വേദിയായി ഇത് മാറി. കൊയ്ത്ത് കഴിഞ്ഞെത്തുന്ന കർഷകർ തങ്ങളുടെ പക്കലുള്ള മൺപാത്രങ്ങൾ, പനമ്പ്, വട്ടി, മുറം തുടങ്ങിയ കരകൗശല വസ്തുക്കളും ചേന, ചേമ്പ് തുടങ്ങിയ കാർഷിക വിളകളും ചന്തയിൽ എത്തിക്കുമായിരുന്നു. പറവൂർ ചേന്നമംഗലം ഭാഗത്തെ കൈത്തറി വസ്ത്രങ്ങൾക്കും ഈ ചന്തയിൽ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ഇന്ന് കാലം മാറിയതോടെ സാധനങ്ങൾ കൈമാറുന്ന പഴയ രീതിക്ക് മാറ്റം വന്നെങ്കിലും പാരമ്പര്യത്തിന്റെ ഓർമ്മ പുതുക്കലായി മാറ്റച്ചന്ത ഇന്നും സജീവമായി നടക്കുന്നു. മൺപാത്രങ്ങൾ ഇന്നും ഈ ചന്തയിലെ പ്രധാന ആകർഷണമാണ്. കൃഷിപ്പണികൾക്കാവശ്യമായ കത്തി, മഴുക്കത്തികൾ, ഗൃഹോപകരണങ്ങൾ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, മകുടി, ഉണക്കമീനുകൾ, മാമ്പഴം, നാടൻ ഭക്ഷണപാനീയങ്ങൾ, കരിപ്പെട്ടി, കരകൗശല വസ്തുക്കൾ, ബാഗുകൾ, ചേന്നമംഗലം ബാലരാമപുരം കൈത്തറി വസ്ത്രങ്ങൾ മുതൽ കണിക്കൊന്ന പൂക്കളും പടക്കങ്ങൾ വരെ വിലക്കുറവിൽ ഇവിടെ നിന്നും കിട്ടും. മീഡിയ ടൈം, പറവൂർ.